ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു 3 ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഫുള്ള് കിട്ടും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 5 മാർക്സിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പൊ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും, ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും സെഗ്മെന്റിന്റെ ഏരിയ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നോക്കിയോ മക്കളെ, ആൻഡ് ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് വന്നിട്ടുണ്ട് ആൻഡ് ആംഗിൾ വന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുക. അതേപോലെ ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് റഫ് ആയിട്ട് പറഞ്ഞു തരാം, നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ സർക്കിൾ ഇതാണ് ആൻഡ് ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഓൾസോ നമുക്ക് എന്താ വേണ്ടത്, ലെങ്ത് ഓഫ് ദ ആർക്ക്, ഈ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല എന്തായിരുന്നു? ആർക്ക് ലെങ്ത് എന്തായിരുന്നു മക്കളെ? θ/360 ഇൻറ്റു 2πr. ഓക്കെ, തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് എന്തായിരുന്നു? 60 ഡിഗ്രി ആൻഡ് റേഡിയസ് 21. സോ 60/360 ഇൻറ്റു 2 ഇൻറ്റു പൈന്റെ വാല്യൂ 22/7. തന്നിട്ടില്ലെങ്കിൽ 3.14 ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ 22/7 ഇൻറ്റു റേഡിയസ് 21. ഇതെല്ലാം കട്ട് ചെയ്യാം. നമുക്കിതാ ഇവിടെ 7നെയും 21നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 കിട്ടും. ആൻഡ് 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 6. പിന്നെ ഈ 3നെയും 6നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ആകും. ഈ 2ഉം 2ഉം കട്ടായിട്ട് ലാസ്റ്റ് എന്ത് വരും? 22 സെന്റിമീറ്റർ എന്ന് വരും ആർക്ക് ലെങ്ത്. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് സെഗ്മെന്റിന്റെ ഏരിയ കിട്ടുമല്ലോ. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഏരിയ ഓഫ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു ഫോർമുല? θ/360 ഇൻറ്റു πr² മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ഓക്കെ, ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, അപ്പോൾ 60/360 ഇൻറ്റു πr² എന്ന് പറയുമ്പോൾ 22/7. റേഡിയസ് എത്രയായിരുന്നു? റേഡിയസ് 21. സോ 21 ഇൻറ്റു 21 ചെയ്യുക. നേരത്തെ പോലെ എന്ത് ചെയ്യുക മക്കളെ? കട്ട് ചെയ്യുക. ഓക്കെ, ഈ 7നെയും 21നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 ആവും. ആൻഡ് ഓൾസോ ഇവിടെ 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1/6 ആകും. ഈ 3നെയും 6നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ആകും. 2ഉം 22 കട്ട് ചെയ്യുമ്പോൾ 11 ആകും. 11 ഇൻറ്റു 21 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ സെക്ടറിന്റെ ഏരിയ കിട്ടും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ട്രയാങ്കിളിലെ ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ ഇവിടെയൊക്കെ 60 ആയിരിക്കും. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല എന്തായിരുന്നു? ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് √3/4 അപ്പൊ മൈനസ് ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളിന്റെ സൈഡ്, അതായത് നമ്മുടെ റേഡിയസ് 21 സെന്റിമീറ്റർ. സോ ജസ്റ്റ് വാല്യൂ കൊടുക്കുക. √3/4 ഇൻറ്റു 21². 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441. സോ 441 √3/4 എന്ത് ചെയ്യുക? ഇതിന്ന് മൈനസ് ചെയ്താൽ മതി. 11 ഇൻറ്റു 21 ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് മൈനസ് ചെയ്ത് യൂണിറ്റ് ഇട്ട് വെച്ചാൽ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ സെഗ്മെന്റിന്റെ ഏരിയ വന്നു കഴിഞ്ഞാൽ അവിടെ സെക്ടറിന്റെ ഏരിയ ഒക്കെ വരും. അതുകൊണ്ട് സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, 5 മാർക്സ് ആണ് ചോദിക്കുന്നത്. ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 14 സെന്റിമീറ്റർ. റേഡിയസ് വന്നിട്ടുണ്ട് 14 ആണ്, ജസ്റ്റ് എഴുതാം. റേഡിയസ് 14 സെന്റിമീറ്റർ. ആംഗിൾ വന്നിട്ടുണ്ട് തീറ്റ 90 ഡിഗ്രി. Then find the area of the corresponding minor and major segment. ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഇതാണ് നമ്മുടെ സർക്കിൾ എങ്കിൽ നമ്മുടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ സെക്ടർ വരച്ചു. അപ്പോൾ മൈനർ സെഗ്മെന്റാ. അപ്പോൾ നമ്മൾ കോഡ് വരച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു മൈനർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെന്റിന്റെ ഇതാണ് നമ്മുടെ മേജർ സെഗ്മെന്റ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഫുൾ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പൊ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ഇപ്പൊ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചില്ലേ? എന്ത് ചെയ്യാം മക്കളെ? ആദ്യം സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കുക. θ/360 ഇൻറ്റു πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സെക്ടറിന്റെ ഏരിയ കിട്ടും. ഇനി ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ട്രയാങ്കിളിന്റെ ഏരിയ ജസ്റ്റ് പറഞ്ഞുതരാം. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ 90 ഡിഗ്രി ആണല്ലോ. സോ ഇവിടെ എന്തായിരിക്കും വരിക? ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. സോ 45 ഈച്ച് വരും. ആൻഡ് റേഡിയസ് 14 സെന്റിമീറ്റർ. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഹൈറ്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഹൈറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ട്രിഗ്നോമെട്രി യൂസ് ചെയ്യാം. ഇവിടെ 45ന്റെ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസിനെയും കണക്ട് ചെയ്തിട്ട് sin 45 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടും. അതേപോലെ cos 45 എടുത്തു കഴിഞ്ഞാൽ അതാ ഈ ബേസിന്റെ പകുതി കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എടുക്കണം കേട്ടോ. നമുക്ക് പകുതി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ കംപ്ലീറ്റ് ബേസ് കിട്ടും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളുടെ ഏരിയ കിട്ടും. അപ്പൊ ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളുടെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ തൊട്ട് മുമ്പ് ചെയ്ത പോലെ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. ഇനി നമുക്ക് ആ മേജർ സെഗ്മെന്റ് കിട്ടണം എന്ത് ചെയ്യുക? ഫുൾ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അത് കണ്ടുപിടിക്കുക. π ഇൻറ്റു r². റേഡിയസ് എത്രയാ? 14 ഇൻറ്റു 14. പൈന്റെ വാല്യൂ 22/7 കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിന്റെ ഏരിയ കിട്ടും. അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച സെഗ്മെന്റിന്റെ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ ഈ മേജർ സെഗ്മെന്റിന്റെ ഏരിയ നമുക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ.
അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കി പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് കംപ്ലീറ്റ് ബുക്ക് സെറ്റ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ റെക്കോർഡഡ് ആയിട്ട് ലേണിംഗ് വീഡിയോസും PDF ക്ലാസ് നോട്ട്സും പ്രീവിയസ് ഇയർ സൊല്യൂഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് ബാച്ചിൽ അവൈലബിൾ ആണ്. മോഡൽ എക്സാംസും ഓരോ ചാപ്റ്ററിനും എക്സാംസും അതിൻ്റെ വർക്ക് ഷീറ്റ്സും ലൈവ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, 10th പോലെയല്ല +1 കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പഠിക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ +1 സയൻസിനാണെങ്കിൽ അഗ്നി ബാച്ച് ഉണ്ട്, കൊമേഴ്സിനാണെങ്കിൽ ജ്വാല ബാച്ചിന്, നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പൃഥ്വി ബാച്ചും, JEE ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യോധ ബാച്ചൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഫീ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.